സംസ്ഥാനത്ത് CPM അവരുടെ ആവശ്യങ്ങൾക്കായി വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. 1925-ൽ വാഗ്ഭടാനന്ദ ഗുരുവിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ഉന്നമനത്തിനായി രൂപീകരിച്ചതാണ് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. തുടക്കത്തിൽ സാധാരണ നിർമ്മാണ ജോലികൾ ചെയ്തിരുന്ന സൊസൈറ്റി പിന്നീട് വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്ന പ്രമുഖ സ്ഥാപനമായി വളർന്നു. ഇതിനെ കൈവിടാതെ CPM പൊതിഞ്ഞു പിടിച്ചതിന് പിന്നിൽ ചില താൽപര്യങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് ഊരാളുങ്കലിന് നൽകിയ CPM അതിൽ നിന്നും ഒരു വിഹിതം കൃത്യമായി വാങ്ങിയിരുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികൾ പലതും ടെൻഡർ വിളിക്കാതെയോ അല്ലെങ്കിൽ ഊരാളുങ്കലിന് അനുകൂലമായ രീതിയിൽ മാനദണ്ഡങ്ങൾ മാറ്റി നിശ്ചയിച്ചോ നൽകുന്നുവെന്നതാണ് ഏറ്റവും വലിയ വിമർശനം. പ്രതിപക്ഷം ഇത് സർക്കാരിന്റെ ഔദ്യോഗികമായ ക്രോണി ക്യാപിറ്റലിസം ആണെന്ന് ആരോപിക്കാറുണ്ട്. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഊരാളുങ്കലിനെ കയറൂരി വിടില്ലെന്ന മുന്നറിയിപ്പ് ആദ്യം നൽകിയിരുന്നു. അതിനുള്ള അന്വേഷണം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. സമാന്തരമായ അന്വേഷണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ആരംഭിച്ചതോടെ CPMന്റെ വിശ്വസ്തരുടെ കഥ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. മുൻ സർക്കാരിന്റെ കാലത്ത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നിയമസഭയിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെലുത്തിയ സ്വാധീനത്തിന്റെയും നേടിയെടുത്ത ആനുകൂല്യങ്ങളുടെയും വിവരങ്ങൾ ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഉദ്യോഗസ്ഥരുടെ ഗുരുതര വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാനും വർഷം മുൻപ് രാത്രിയിൽ ഊരാളുങ്കലിന്റെ പേരിൽ നിയമസഭയിലേക്ക് ലോറിയിൽ എത്തിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ കോടികളുടെ ബില്ല് പാസാക്കേണ്ടി വന്നതായി ഉദ്യോഗസ്ഥരിൽ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു. 13 പെട്ടികളിലായാണ് ഉപകരണങ്ങൾ എത്തിച്ചത്. അന്നു രാത്രി തന്നെ ഉദ്യോഗസ്ഥരെ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി. പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ഉപകരണങ്ങൾ കൈപ്പറ്റാനാവില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചെങ്കിലും നിയമസഭ അധികൃതരിൽ നിന്നും സമ്മർദ്ദമുണ്ടായി. ഉപകരണങ്ങൾ സ്റ്റോറിലേക്ക് മാറ്റിയാൽ മതിയെന്ന് നിർദ്ദേശം വന്നതോടെ അതിനു വഴങ്ങി. ഉപകരണങ്ങൾ കൈപ്പറ്റിയ വകയിൽ തൊട്ടടുത്ത ദിവസം കോടികളുടെ ബില്ല് ഊരാളുങ്കൽ നൽകി. അതും പാസാക്കേണ്ടി വന്നുവെന്നാണ് മൊഴി. ഇതിനു പുറമെ നിയമസഭയിൽ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട ഫയലുകൾക്കെല്ലാം അതിവേഗം അനുമതി ലഭിച്ചതായി മറ്റു ചിലർ വെളിപ്പെടുത്തി. നിയമസഭയുടെ ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെയാണ് സ്പീക്കർ കൂടിയായ തിരുവഞ്ചൂർ സമഗ്രമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇവയടക്കമുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സമഗ്ര അന്വേഷണത്തിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് കടന്നിരിക്കുകയാണ്. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കരാറുകാർ നടപ്പാക്കിയ പദ്ധതികളുടെ നിലവിലെ സ്ഥിതി, അവയ്ക്ക് എത്ര പണം ചെലവായി തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കാൻ സഭയിലെ എല്ലാ വകുപ്പുകൾക്കും നിയമസഭാ സെക്രട്ടേറിയറ്റ് കുറിപ്പ് നൽകി കഴിഞ്ഞു. ഇതോടെ കണക്കുകൾ ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മുൻ സർക്കാരിലെ കരാറുകാർ. CPMുമായി ഊരാളുങ്കലിന് അടുത്ത ബന്ധമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. സൊസൈറ്റിയുടെ തലപ്പത്തുള്ളവർക്ക് പാർട്ടി നേതൃത്വവുമായി ശക്തമായ ബന്ധമുണ്ടെന്നും ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് അവർ വൻകിട പ്രൊജക്ടുകൾ നേടിയെടുക്കുന്നതെന്നും ആരോപണമുണ്ട്. സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന വിമർശനവും ഇതിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും പലപ്പോഴും ചോദ്യങ്ങൾ ഉയരാറുണ്ട്. കൂടാതെ വൻകിട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട സുതാര്യമായ നടപടിക്രമങ്ങൾ ഊരാളുങ്കലിന്റെ കാര്യത്തിൽ സർക്കാരുകൾ കൃത്യമായി പാലിക്കുന്നില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകളിലും മറ്റും പരാമർശങ്ങൾ വരാറുണ്ട്. വിവിധ കാലയളവുകളിൽ ആദായ നികുതി വകുപ്പും EDയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതിനാൽ ഇത്തരം പരിശോധനകൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. രാത്രിയിൽ നിയമസഭയിലെത്തിച്ച 13 പെട്ടികളുടെ നിജസ്ഥിതി കണ്ടെത്തുവാൻ തിരുവഞ്ചൂർ ഇറങ്ങുന്നതോടെ ഊരാളുങ്കലും CPM എന്ന പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൂടി മറനീക്കി പുറത്തുവരും.